Hi friends, this is Albin and welcome to Albin Serb. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ചെറിയ റിയാക്ഷനാണ്. നമ്മുടെ പൃഥ്വിരാജ് നായകനാകുന്ന വെളിയായത്ത് ബുത്ത എന്ന പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ കുറച്ച് മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ട്. ഡയറക്റ്റഡ് ബൈ ജയൻ നമ്പ്യാർ. പുള്ളി ഏതൊക്കെയോ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തെന്നാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്തുതി പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ ഏതൊക്കെ സിനിമ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നമ്മുടെ അനാർക്കിളിയിലൊക്കെ അതിനകത്തൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഇതിനകത്തൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കാണേണ്ടത് ട്രെയിലർ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കൺസെൻറ്റ്. കാരണം ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് പടത്തിന് മുമ്പ് ഒരു കുമ്മുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ട്രെയിലറിലോട്ട് പോകാം. മേൽപ്പറഞ്ഞ അഡ്രസ്സിൽ കഴിഞ്ഞ 55 വർഷമായി സ്ഥിരതാമസക്കാരനായ ഞാൻ 7-5-24, 8-5-24 എന്നീ ദിവസങ്ങളിൽ കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിൽ നിന്ന് ഏകദേശം 14 ഇഞ്ചോളം ചുറ്റുവണ്ണമുള്ള ചന്ദനമരം മോഷണം പോയതായി കാണപ്പെട്ടു. അവൻ നോക്കി വെച്ചാൽ അവൻ കൊണ്ടുപോകും. അവൻ്റെ തൊഴിലായി ചന്ദനം മോഷണം. தெரியுதா யார் வந்திருக்காங்கன்னு? മാസ് എൻട്രിയിലെ നമ്മ ഹീറോ ഡബിൾ മോഹൻ. നാട്ടുകാർ പല പേരും വിളിക്കും. ഡബിൾ മോഹനൻ, സാൻഡൽ മോഹനൻ, ചിന്ന വീരപ്പൻ. എനിക്ക് കൊള്ളക്കാരൻ മോഹനോടാ പ്രേമം. നീ തോറ്റാ ഞാൻ വെറും ചോലക്കിലെ ചെമ്പകത്തിന്റെ മോളാം. പക്ഷെ എനിക്ക് ഡബിൾ മോഹനന്റെ ഭാര്യയായിട്ട് ഈ മറയൂട്ടോണി കൂടെ നെഞ്ചു വിരിച്ച് നടക്കണം. യശോധാവല്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഇനി ഇടപാട് നമ്മൾ തമ്മിലാ. ഒരിടത്തിന്റെ ഉടമ ഇതിൽ കക്ഷിയേ അല്ല. ഞാൻ വില പറഞ്ഞ് ഉറപ്പിച്ച ഇടപാടിനിടയിലോട്ട് നീ തല കൊണ്ടിട്ട ആ തല ഞാൻ എടുക്കും. മലയും മോഹനനും അന്നും ഇന്നും ഇവിടെ തന്നെ ഉണ്ട്. പണിവരം കിടക്കുന്ന മോഹന. അങ്ങേരോട് പോയി പറഞ്ഞേക്കാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആക്ച്വലി എനിക്കിത് കണ്ടിട്ട് എനിക്ക് പുഷ്പനെ ഓർമ്മ വന്നു ഗൈസ്. താഴത്തിലടാ എല്ലാം നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ ലുക്കാണെങ്കിൽ അടിപൊളിയാണ്. ഒന്ന് മാസിൽ നമ്മുടെ മലയാളത്തിൽ ഏറ്റവും നല്ലൊരു മാസ് കാണിക്കാൻ പറ്റിയൊരു ഒരു യങ് ആയിട്ടുള്ളൊരു നടനുണ്ടെങ്കിൽ അതിപ്പം പൃഥ്വിരാജ് സുകുമാരനാണ്. അപ്പോൾ നമുക്ക് 21st സിനിമ പോയി തിയേറ്ററിൽ കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം. അപ്പം ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല റിയാക്ഷൻ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സീ യു സൂൺ.